ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്പൈസി ബുൾസയും അത് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാട്ടുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇപ്പോൾ വൈകിയൊക്കെ എണീക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ സവാള ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഈ സവാളയും പിന്നെ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിളൊക്കെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മഷ്റൂം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ തക്കാളി ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ പൾപ്പിൻ്റെ ഭാഗം മാറ്റിയിട്ട് ആ തൊണ്ട് മാത്രമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കളർഫുള്ളായിട്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ സാധാരണ പച്ചമുളക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ അരിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസി ആക്കാനായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ ഗരം മസാല പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം, അതായത് ഉള്ളിത്തണ്ട്. അതും കൂടി കുറച്ച് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇതും കൂടി ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കലക്കിയിട്ടൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ബുൾസൈ ചെയ്യണ പോലെ തന്നെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബുൾസൈ റെഡിയാക്കി എടുക്കാനായിട്ട് 4 മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിൽ എത്രയും ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 മുട്ടയും അതിൻ്റെ മഞ്ഞക്കരുവൊന്നും പൊട്ടാതെ ശ്രദ്ധിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ മുട്ട വെന്ത് വന്നിട്ടുണ്ടാവും. ഫുള്ളായിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. പിന്നെ ഞാൻ ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ചിലർക്ക് ബുൾസൈ ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരു അധികം വേവാതെ കിട്ടുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പൈസി ആയിട്ടുള്ള എഗ് ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സാൻഡ്വിച്ചാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ബുൾസൈ വെറുതെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് സാൻഡ്വിച്ചായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബുൾസൈ ഒന്ന് 4ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഓംലെറ്റിൻ്റെ പീസ് എടുത്തിട്ട് ബ്രെഡിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടറൊക്കെ തേച്ചിട്ട് മൊരിയിച്ചിട്ടൊക്കെ എടുക്കാം. ഞാനിപ്പോൾ അതുപോലെ ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ബ്രെഡ് പീസസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, കാരണം ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ബുൾസൈ ആയതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പാനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തടവിയിട്ട് 2 സൈഡും വേണമെങ്കിൽ മൊരിയിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സാൻഡ്വിച്ച് ഞാൻ ഡയമണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് ബുൾസൈ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.